നമസ്കാരം. നമ്മളിൽ പല ആളുകളും പ്രായഭേദമന്യേ പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വിന്റർ സീസണിൽ കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ് കാല് വിണ്ട് കീറല് അല്ലെ. കാലില് ക്രാക്സ് വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നമ്മുടെ കാൽപാദത്തിന്റെ ഭാഗത്തൊക്കെ പഠിച്ചു കീറുന്നത് പല ആളുകൾക്കുള്ള ഒരു പ്രധാന പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഉപ്പൂറ്റി പഠിച്ചു കീറുന്നത്, ക്രാക്സ് ഉണ്ടാകുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങള്, ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ, അതായത് നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കിത് വീട്ടിൽ തന്നെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം നമ്മളുടെ കാൽപാദം അല്ലെങ്കിൽ നമ്മുടെ സോൾസ് ആണ് നമ്മളുടെ വെയിറ്റ് മൊത്തം ബിയർ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ സ്കിന്ന് കുറച്ചൊന്ന് എന്താണ് കട്ടി കൂടിയതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള ശരീരത്തിലെ സ്കിന്ന്, മുഖം, അതുപോലെ ബാക്കിയുള്ള സ്കിന്നൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ സെബത്തിന്റെ പ്രൊഡക്ഷൻ, അതായത് നമ്മളെ സ്കിന്നിൽ ഓയിലി ആക്കി വെക്കുന്ന ആ ഒരു പ്രത്യേക കണ്ടന്റാണ് സെബം എന്ന് പറയുന്നത്. നമ്മളുടെ സ്കിന്നിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സെബത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കാലുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള സ്കിന്നിൽ കുറവായിരിക്കും. പിന്നെ നമ്മൾ അമിതമായിട്ട് വെയിറ്റ് താങ്ങേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ ഒരുപാട് ടെൻഷൻ വരികയാണ്. നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാൽപാദത്തിന്റെ അവിടെയുള്ള സ്കിന്നിലൊക്കെ ഒരുപാട് ടെൻഷൻ വരികയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം അല്ലെ, അത്തരത്തിൽ ടെൻഷൻ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം എടുത്ത് അമിതമായിട്ട് ടെൻഷൻ കൊടുത്തതിനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, താന്നതിന് വിള്ളൽ വന്ന് പോകുന്നത് പോലെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ കാലുകൾക്കും അമിതമായിട്ട് ടെൻഷൻ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തില് വിള്ളലുകൾ വരാം, അമിതമായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയാണ് വിള്ളൽ ഉണ്ടാകുന്നത്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ടെൻഷൻ കൂടാം. അതിനെയാണ് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും മെയിൻ കാരണം ഒബേസിറ്റിയാണ്. അമിതമായിട്ടുള്ള വെയിറ്റ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വെയിറ്റ് താങ്ങി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഉപ്പൂറ്റിയുടെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ സോൾസിന്റെ ഭാഗത്തും ഉള്ള സ്കിന്നിൽ അമിത ടെൻഷൻ വന്നിട്ട് അവിടെ ക്രാക്സ് ഉണ്ടാവാം. പിന്നെ ഒരുപാട് സമയം നിൽക്കുക നടക്കുക ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ടീച്ചേഴ്സ്, അതുപോലെ ഷോപ്പ് കീപ്പേഴ്സ്, അതുപോലെ ട്രാഫിക് പോലീസുകാര്, ഇവരൊക്കെ അമിതമായിട്ട് ഒരുപാട് സമയം നിൽക്കുന്നവരാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ടെൻഷൻ കൂടി ക്രാക്സ് ഉണ്ടാവാം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ തീരെ ജലാംശമില്ല, നമുക്ക് ഡീഹൈഡ്രേഷന്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷേഴ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. പിന്നെ പലപ്പോഴും കാലാവസ്ഥ, അതായത് ഈ ഒരു വിന്റർ സീസൺ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ചുണ്ടും നമ്മുടെ സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഈ ഒരു വിന്റർ സീസണിലാണ് അല്ലെ. നമ്മൾ അതിന് പ്രത്യേകിച്ചും മോയ്സ്ചറൈസർ പുരട്ടുന്നു, ചുണ്ടിൽ ക്രീംസ് പുരട്ടുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അത് ഈ ഒരു ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിന്റർ സീസണിലും പെട്ടെന്ന് ക്രാക്സ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാല് വടിച്ചു കീറാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്കിന്നിന് വരുന്ന അസുഖങ്ങൾ, സോറിയാസിസ്, എക്സിമ പോലെയുള്ള രോഗങ്ങൾ, കരപ്പൻ പോലെയുള്ള രോഗങ്ങൾ സ്കിന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്ന് ഡ്രൈ ആകാനും ഈ ഒരു രീതിയിൽ ക്രാക്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, പിന്നെ PCOD ഒക്കെ ഉള്ള സ്ത്രീകളിൽ അവർക്കൊക്കെ ഓവർ വെയിറ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട്, അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഒക്കെ ഈ ഒരു രീതിയിൽ കാലിൽ വടിച്ചു കീറൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളുടെ ശരീരത്തിൽ പോഷകക്കുറവ്, വൈറ്റമിൻസിന്റെ കുറവ് മൂലം, സിങ്കിന്റെ കുറവ് മൂലം, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, എയുടെ ഡെഫിഷ്യൻസി ഒക്കെ മൂലം നമുക്ക് ഈ ഒരു രീതിയിൽ വടിച്ചു കീറൽ അല്ലെങ്കിൽ സ്കിന്നിൽ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഉപ്പൂറ്റിയിൽ പെട്ടെന്ന് ക്രാക്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മളുടെ കാലിന് പാകമാകാത്ത ചെരുപ്പുകൾ, അതായത് കാലിനെ അപേക്ഷിച്ച് ചെറിയതായിട്ടുള്ള ചെരുപ്പുകൾ, നമ്മുടെ ഉപ്പൂറ്റി ഭാഗമൊക്കെ പുറത്തോട്ട് കിടക്കുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ക്രാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലിന് തീരെ എയർ സർക്കുലേഷൻ കിട്ടുന്നില്ല, ഫുൾ ടൈം ഷൂസ് തന്നെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരാനും അതുപോലെ കാല് വടിച്ചു പൊട്ടാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ അമിത ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു രീതിയിൽ സ്കിന്നിൽ ടെൻഷൻ ഉണ്ടാവാനും കാല് വടിച്ചു പൊട്ടാൻ അല്ലെങ്കിൽ വിണ്ടുകീറാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു സ്കിന്ന്
ക്രാക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് എമർജൻസി ആക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ട് ക്രാക്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രാക്സിൽ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളിൽ യാതൊരു കുറവും സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ക്രാക്സ് പലപ്പോഴും നമ്മളുടെ ദിനചര്യകളെ ബുദ്ധിമുട്ടിക്കുന്ന അമിതമായിട്ടുള്ള വേദന വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് പോലെ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ വരുന്ന ഒരവസ്ഥ വരുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം ഉപ്പൂറ്റി വേദന വരുന്നു, കാലിൽ നിലത്ത് കുത്താൻ പറ്റുന്നില്ലാത്ത പോലെയുള്ള വേദന വരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അമിതമായിട്ട് കൂടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രാക്സിൽ നിന്നും എന്തെങ്കിലും പൊടി പൊടി പോലെ വൈറ്റ് കളറുള്ള പൊടി പൊടി പോലെ വരുന്നു, അമിതമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാകുന്നു, ബ്ലീഡിങ് സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കേണ്ടതാണ്. എന്തായാലും ഇത് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാവാം. അപ്പൊ അത് നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു അണ്ടർലൈൻ കോഴ്സ് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെ പ്രതിവിധികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിരോധങ്ങളാണ് നമുക്ക് കാല് വിണ്ട് കീറുന്നതിന് വേണ്ടി, അതിനെ തടയാൻ വേണ്ടി ചെയ്യാവുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം വറുത്തതും പൊരിച്ചതും അധിക സ്പൈസി ആയിട്ടുള്ള ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഒന്ന് ഒഴിവാക്കി ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് കാല് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ചെയ്യേണ്ടത്. അപ്പം ഈ വടിച്ചുകീറൽ അല്ലെങ്കിൽ കാല് വിണ്ടുകീറലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കാല് കുതിർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം എന്തെങ്കിലും ബ്രഷ് അല്ലെങ്കിൽ പിങ്ക് സ്റ്റോൺ വെച്ച് വളരെ ലൈറ്റ് ആയിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. യാതൊരു തരത്തിലുള്ള ബ്ലേഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാനൊന്നും, അതുപോലെ തന്നെ അമിതമായിട്ട് ഭയങ്കര ഹാർഡായിട്ട് ഉറച്ചു കളയാനൊന്നും നിൽക്കരുത്. ഇത് ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാകാൻ, ഇൻഫെക്ഷൻ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു കാരണമാകാം. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അത് വിർജിൻ കോക്കനട്ട് ഓയിൽ ആവാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും, അതും അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി പോലെയുള്ള, വാസലിൻ പോലെയുള്ള വസ്തുക്കൾ കാലിൽ അപ്ലൈ ചെയ്യുക. ഉപ്പൂറ്റിയിൽ ആ ഒരു സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ സോക്സ് ഉപയോഗിച്ച് അതങ്ങ് സെക്യൂർ ചെയ്യുക. അത് രാത്രി മൊത്തം ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയോളം ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ക്രാക്സിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യമാകും. അതുപോലെ തന്നെ നമ്മൾ കാലിന് എപ്പോഴും പ്രൊട്ടക്ഷൻ കൊടുക്കുക. ചെരുപ്പ് ധരിച്ച് മുറ്റത്ത് കൂടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ടൈൽസിലൊക്കെ നിൽക്കുമ്പോഴും ഒക്കെ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാലിന് പാകമായിട്ടുള്ള, നല്ല രീതിയിൽ അധികം ടൈറ്റ് അല്ലാത്ത അല്ലെങ്കിൽ ചെറുതല്ലാത്ത ചെരുപ്പുകൾ, കാലിന് പാകമാകുന്ന രീതിയിൽ ചെരുപ്പുകൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറിനെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുക. നമുക്ക് ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസോസിയേറ്റഡ് ലക്ഷണങ്ങൾക്കും എല്ലാം അല്ലെങ്കിൽ രോഗങ്ങൾക്കും എല്ലാം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും മെഡിസിൻസും എല്ലാം അവൈലബിൾ ആണ്.